ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താ സ്റ്റിൽ വാട്ടർ സ്പീഡ്. അതായത് ബോട്ടിന്റെ സ്പീഡ് ഒരു ഒഴുകാത്ത വെള്ളത്തിലുണ്ടാകുമ്പോഴുള്ള സ്പീഡിനെയാണ് നമ്മൾ സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ അതിന് എക്സ് എന്ന് കൊടുക്കാം. ഇനി സ്പീഡ് ഓഫ് കറണ്ട്, ഒഴുക്കിന്റെ സ്പീഡിനെ നമ്മൾ എന്ത് പറയും? ഒഴുക്കിന്റെ സ്പീഡിനെ നമ്മൾ വൈ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിന് അതേ ഡയറക്ഷനിൽ ബോട്ട് പോകുമ്പോഴുള്ള ബോട്ടിന് അനുഭവപ്പെടുന്ന സ്പീഡിനെയാണ് എന്ന് പറയുക ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയാം. അപ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് എന്താണ്? ബോട്ടിന്റെ സ്പീഡായ എക്സിന്റെ കൂടെ നമ്മുടെ വൈ ആഡ് ചെയ്യുന്നു. ഇതാണ്. ഇനി അപ്സ്ട്രീം സ്പീഡ് എന്താണ്? ബോട്ട് ഒഴുക്കിനെതിരെ ട്രാവൽ ചെയ്യുന്നു, അതിനാണ് അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ബോട്ടിന് ഉണ്ടാവുന്ന സ്പീഡ്, അനുഭവപ്പെടുന്ന സ്പീഡിനാണ് എന്ത് പറയാ? അപ്സ്ട്രീം സ്പീഡ്. അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം എന്ന് വെച്ചാൽ ഒഴുക്കിന് അതേ ഡയറക്ഷൻ, അപ്സ്ട്രീം എന്ന് വെച്ചാൽ ഒഴുക്കിന് ഓപ്പോസിറ്റ്. അപ്പൊ എന്താണ്? ബോട്ടിന്റെ സ്പീഡായ എക്സ് എന്ന് നമ്മൾ സ്ട്രീമിന്റെ സ്പീഡ് മൈനസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഫോർമുലയൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സപ്പോസ് നമ്മൾ ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. അതായത് എന്താ സ്റ്റിൽ വാട്ടർ സ്പീഡ്. അതായത് നിങ്ങൾ ഇത്രയും കാര്യം എഴുതാം. അപ്സ്ട്രീം എന്ന് എഴുതാം, അപ്സ്ട്രീം, പിന്നെ സ്റ്റിൽ വാട്ടർ. അപ്സ്ട്രീം എന്ന് എഴുതാം, സ്റ്റിൽ വാട്ടർ എന്ന് എഴുതാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഡൗൺ സ്ട്രീം. ഈ മൂന്ന് കാര്യങ്ങളുള്ള നമ്മൾ പഠിക്കുന്നത് ഡൗൺ സ്ട്രീം, അപ്സ്ട്രീം, സ്റ്റിൽ വാട്ടർ, ഡൗൺ സ്ട്രീം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ എഴുതിയത് അപ്സ്ട്രീം സ്പീഡ് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അപ്സ്ട്രീം സ്പീഡ് എക്സ് മൈനസ് വൈ ആണ്. അപ്സ്ട്രീം സ്പീഡ് എന്താണ്? എക്സ് മൈനസ് വൈ അല്ലേ? എക്സ് മൈനസ് വൈ ആണ് അപ്സ്ട്രീം സ്പീഡ്. ഡൗൺ സ്ട്രീം സ്പീഡ് എന്താണ്? ഡൗൺ സ്ട്രീം സ്പീഡ് എക്സ് പ്ലസ് വൈ ആണ് ഡൗൺ സ്ട്രീം സ്പീഡ്, ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ. ഇനി നമ്മുടെ സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്താണ്? നോക്കിയേ, സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് വെച്ചാൽ എക്സ് ആണ്. സോ അതെങ്ങനെയാണ്? നിങ്ങൾ ഇത്രയൊന്നും എഴുതണ്ട, ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അപ്സ്ട്രീം സ്പീഡിന്റെ കൂടെ ഇവിടെ നോക്കിയേ എക്സ് മൈനസ് വൈ, അതിന്റെ കൂടെ നമ്മളൊരു വൈ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റിൽ വാട്ടർ സ്പീഡ് കിട്ടും. എഗെയിൻ ഒരു വൈയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സപ്പോസ് നമ്മളോട് പറഞ്ഞു, അപ്പൊ ഇത് നമ്മളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെയാണ്? നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഒരു അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞു, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും ആലോചിക്കാണ്ട് നിങ്ങൾക്ക് എഴുതാം എന്താണ്? ഡൗൺ സ്ട്രീം സ്പീഡ്, സ്റ്റിൽ വാട്ടർ സ്പീഡ്. അതായത് ബോട്ടിന്റെ സ്പീഡ്. സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം നിങ്ങൾ, ബോട്ടിന്റെ സ്പീഡാണ്, ബോട്ടിന്റെ ഒഴുകാത്ത വെള്ളത്തിൽ ബോട്ടിന്റെ സ്പീഡ്. എന്താണ്? ഇതിന് നടുക്കുള്ള വാല്യൂ ആയിരിക്കും എന്താണ്? നോക്കിയേ, 3, 5, 4 ആയിരിക്കും. ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ് ഡിഫറൻസ്? 1 ആണ്. അതായിരിക്കും നമ്മുടെ ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയാം. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 1. അതാണ് ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ്? അപ്സ്ട്രീം സ്പീഡിന്റെ കൂടെ നമ്മൾ ഒരു പ്രാവശ്യം അപ്സ്ട്രീം സ്പീഡിന്റെ കൂടെ ഒരു പ്രാവശ്യം നമ്മുടെ ഒഴുക്കിന്റെ സ്പീഡ് കൂട്ടി, സ്ട്രീമിന്റെ സ്പീഡ് കൂട്ടിയാൽ സ്റ്റിൽ വാട്ടർ സ്പീഡ്, ബോട്ടിന്റെ സ്പീഡ് കിട്ടും. എഗെയിൻ ഒരു പ്രാവശ്യം കൂടി നമ്മൾ എന്താ ആ സെയിം നമ്മുടെ ഒഴുക്കിന്റെ സ്പീഡ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ വേറെ ഒരുപാട് ആലോചിക്കാനൊന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതാം. എന്താണ്? അപ്സ്ട്രീം, സ്റ്റിൽ വാട്ടർ, ഡൗൺ സ്ട്രീം, അങ്ങനെ എഴുതാം. ഇവിടെ നോക്കിയേ, ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് എ ബോട്ട് അപ്സ്ട്രീം ടു ദ സ്പീഡ് ഡൗൺ സ്ട്രീം. അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നു. എന്താണ്? 5:7. ഇനി ഇഫ് ദ ബോട്ട് കവേഴ്സ് 480 കിലോമീറ്റർ ഇൻ 40 hours, 480 കിലോമീറ്റർ 40 hours കൊണ്ട് സ്റ്റിൽ വാട്ടറിലാണ് ആ കാര്യം പറഞ്ഞു. ഫൈൻഡ് ദ ടൈം ടേക്കൻ ബൈ ബോട്ട് ടു കവർ എന്താണ്? 800 കിലോമീറ്റർ അപ്സ്ട്രീം. അപ്പോൾ 500 കിലോമീറ്റർ അപ്സ്ട്രീം. നമുക്ക് മനസ്സിലാക്കേണ്ടത് 500 കിലോമീറ്റർ അപ്സ്ട്രീം എന്ന് വെച്ചാൽ ടൈമാണ് ചോദിച്ചത്. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അപ്സ്ട്രീം സ്പീഡ് എടുത്താൽ, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അപ്സ്ട്രീം സ്പീഡ് കിട്ടിയാൽ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് മറ്റു രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലല്ല, നിങ്ങൾ സാധാരണ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ അങ്ങനെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. നോക്കിയേ, ഞാൻ പറഞ്ഞ കാര്യം അപ്സ്ട്രീം എന്ന് എഴുതാം, സ്റ്റിൽ വാട്ടർ എന്ന് എഴുതാം, ഡൗൺ സ്ട്രീം എന്ന് എഴുതാം. ഈ കാര്യം എഴുതാം. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? നോക്കിയേ, റേഷ്യോ തന്നു. എന്താണ്? അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള റേഷ്യോ. അപ്സ്ട്രീം എത്രയാണ്? 5, ഡൗൺ സ്ട്രീം എത്രയാണ്? 7.
അപ്പൊ ഇതിന്റെ നടുക്കുള്ള വാല്യൂ ആയിരിക്കും സ്റ്റിൽ വാട്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5ഉം 7ഉം. നടുക്കെന്താണ് 6 അല്ലേ. ഇനി വലിയ വലിയ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ 5a+7/2 നടുക്കുള്ള വാല്യൂ, രണ്ട് വാല്യൂവിന്റെ നടുക്കുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് ആവറേജ് അല്ലേ, 5ഉം 7ഉം കൂട്ടുക ബൈ 2 ഇടുക, 12/2 6. സോ നടുക്കുള്ള വാല്യൂ കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഇതാ ഞാൻ ഇങ്ങനെ എഴുതി, ആ ഡിഫറൻസിന് ഞാൻ എന്ത് പറഞ്ഞു സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഇവിടെ എന്താ, ഇതെന്താണ്, ഇത് സ്ട്രീമാണ്, സ്ട്രീമിന്റെ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് 1 യൂണിറ്റ്, അത് സ്ട്രീമിന്റെ സ്പീഡ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, എ ബോട്ട് കവേഴ്സ് 480 കിലോമീറ്റർ 40 അവേഴ്സ് കൊണ്ട് സ്റ്റിൽ വാട്ടറിൽ ട്രാവൽ ചെയ്യും. എത്രയാണ്? 480 കിലോമീറ്റർ 40 അവേഴ്സ് കൊണ്ട് സ്റ്റിൽ വാട്ടറിൽ ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്റ്റിൽ വാട്ടർ സ്പീഡ് നമുക്ക് കിട്ടും. എത്രയാണ്? 12 ആണെന്ന് കിട്ടില്ലേ. അപ്പോൾ ഈ 6 യൂണിറ്റിന്റെ വാല്യൂ, അതായത് സ്റ്റിൽ വാട്ടറിൽ ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. അതായത് 6 യൂണിറ്റിന്റെ വാല്യൂ 12 ആണ്, 1 യൂണിറ്റിന്റെ വാല്യൂ 2 ആണ്. നമുക്ക് വേണ്ടത് എന്താ? അപ്സ്ട്രീം സ്പീഡ് 5 യൂണിറ്റ് ആണ്. സോ ഇൻറ്റു 2 ചെയ്താൽ 10 കിട്ടി. ഓക്കെ, ഇൻറ്റു 2 ചെയ്താൽ 10 കിട്ടി. സോ നമുക്ക് എന്താ ഇവിടെ നോക്കിയേ, 500 ഡിവൈഡ് ബൈ 10, 50 കിലോമീറ്റർ ആണ് എന്താ നമുക്ക് കിട്ടുക. ടൈം അല്ലേ ചോദിച്ചേ, അപ്പോൾ 50 അവേഴ്സ് ആണ് ടൈം കിട്ടുക. 50 അവേഴ്സ് ടൈം കിട്ടി, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അപ്സ്ട്രീം, സ്റ്റിൽ വാട്ടർ, ഡൗൺ സ്ട്രീം എഴുതി. അപ്സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും റേഷ്യോ തന്നു. സോ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം റേഷ്യോ നമ്മൾ എഴുതി. ഇതിന്റെ കറക്റ്റ് നടുക്കുള്ള വാല്യൂ ആയിരിക്കും സ്റ്റിൽ വാട്ടറിന്റെ റേഷ്യോ 6. ഇനി നമുക്ക് ഈ സ്റ്റിൽ വാട്ടർ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? 450/40 ചെയ്താൽ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ് കിട്ടും. അത് 12 ആണ്. അതായത് 6 യൂണിറ്റിന്റെ വാല്യൂ 12 ആണ്. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റിന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, 5 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 10 km/h ആണ് സ്പീഡ് കിട്ടി. സോ ഡിസ്റ്റൻസ് 500, 10 സ്പീഡ്. സോ ടൈം എന്ന് പറയുന്നത് 50 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ കാര്യം സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ സെറ്റ് ആണ് കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യനിലും സെയിം സംഭവമാണ്. എന്താ പറയുന്നത്? ഇഫ് ദ സ്പീഡ് ഓഫ് എ ബോട്ട് എന്ന് പറയുന്നത് 40% ലെസ്. അപ്പൊ ഇവിടെ എന്താ കൂടുതൽ ആലോചിക്കേണ്ട, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. അപ്സ്ട്രീം, സ്റ്റിൽ വാട്ടർ, ഡൗൺ സ്ട്രീം, ഇത്രയും തന്നു. ഇനി എന്താണ്? 40% ലെസ് ദാൻ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം. ബോട്ടിന്റെ അതെന്താ? സ്പീഡ് ഓഫ് എ ബോട്ട് അപ്സ്ട്രീം എന്ന് പറയുന്നത് 40% ലെസ് ദാൻ എന്താണ്? ഡൗൺ സ്ട്രീം ആണ്. 40%, അത് നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുണ്ടാവും. 40% എന്ന് വെച്ചാൽ എന്താണ്? 2/5. ഡൗൺ സ്ട്രീമിനെക്കാളും 2, അതായത് 40% ലെസ്. 5 ഉള്ളത് 2 കുറഞ്ഞിട്ട് 3 ആകും എന്നാണ് പറയുന്നത്. 40% ലെസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, 5 ഉള്ളത് 2 കുറഞ്ഞിട്ട് 3 ആകും. സോ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 5, അതിന്റെ 40% കുറഞ്ഞു വെച്ചാൽ 5 ഉള്ളത് നോക്കിയേ, 5 ഉള്ളത് 2 കുറഞ്ഞിട്ട് 3 ആയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ 5 ഉള്ളത് 2 കുറഞ്ഞിട്ട് നമുക്ക് 3 ആയി. ഓക്കെ, സോ ഇങ്ങനെയാണ് കിട്ടുക. 2 റേഷ്യോ കിട്ടി, 3ഉം 4ഉം 5ഉം കിട്ടി. സ്ട്രീമിന്റെ എന്തായിരിക്കും? സോറി, സ്റ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ ബോട്ടിന്റെ സ്പീഡ് 4 ആയിരിക്കും നടുക്കുള്ളത്. സ്ട്രീമിന്റെ എന്തായിരിക്കും? ഇടയിലുള്ള 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കിട്ടി. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇഫ് ദ ബോട്ട് കവേഴ്സ് 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം 5 hours. 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം 5 hours കൊണ്ട് പോകും. 50 കിലോമീറ്റർ എന്ന് പറയുന്നത് 5 hours കൊണ്ട് ട്രാവൽ ചെയ്യും. അപ്പൊ സമയം എത്രയാണ്? 50 കിലോമീറ്റർ 5 hours കൊണ്ട് ട്രാവൽ ചെയ്യും. സ്പീഡ് എത്രയാണ്? 10 km/h ആണ്. അതായത് ഡൗൺ സ്ട്രീം സ്പീഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടിയാൽ നോക്കിയേ, ഇവിടെ കൊടുത്താൽ മതി. എത്രയാണ്? 10 ആണെന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ 10 ആണെന്ന് കിട്ടി. അതായത് ഇൻറ്റു 2 ചെയ്തു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്റ്റിൽ വാട്ടർ സ്ട്രീമിന്റെ സ്പീഡും സ്റ്റിൽ വാട്ടർ സ്പീഡും കണ്ടുപിടിക്കണം. സ്ട്രീമിന്റെ സ്പീഡ് എന്താണ്? 5 യൂണിറ്റിന്റെ വാല്യൂ 10 ആണ്, 1 യൂണിറ്റിന്റെ വാല്യൂ 2. സോ സ്ട്രീമിന്റെ സ്പീഡ് എന്താണ്? 1 യൂണിറ്റ് 2. സോ ഓപ്ഷൻ എ 2 കിട്ടി. പിന്നെന്താ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞ്? ബോട്ടിന്റെ അതായത് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടർ സ്പീഡ് 4 യൂണിറ്റ് ഇൻറ്റു 2 ചെയ്താൽ 8 കിട്ടും. സോ നമ്മുടെ ആൻസർ 8ഉം 2ഉം, ഓപ്ഷൻ എ. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ജസ്റ്റ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? നമുക്ക് ഇതാണ് കിട്ടുക, എ ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഓക്കെ,
രാമു, ഓക്കെ, രാമു എന്ന് പറയും. രാമു ക്യാൻ റൈഡ് എ ബോട്ട് 9 km/h സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടർ സ്പീഡ് നമുക്ക് തന്നു. സോ നമ്മൾ എഴുതി എന്താണ് അപ്സ്ട്രീം, ഓക്കെ, അപ്സ്ട്രീം എഴുതി, സ്റ്റിൽ വാട്ടർ എഴുതി, ഡൗൺ സ്ട്രീം എഴുതി. ഇനി എന്താണ് പറയുന്നത്? 9 km എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്റ്റിൽ വാട്ടർ സ്പീഡ് 9 km/h ക്വസ്റ്റ്യനിൽ തന്നു. സ്റ്റിൽ വാട്ടർ ഇറ്റ് ടേക്സ് twice time to go opposite direction of the stream than going direction same direction. അപ്പം എന്താണ് ഇവിടെ നമുക്ക് ടൈമിന്റെ റേഷ്യോ നമ്മൾ ഇതുവരെ എടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് സ്പീഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്സ്ട്രീം ഡൗൺ സ്ട്രീം കിട്ടിയാൽ നടുക്കുള്ളത് സ്റ്റിൽ വാട്ടർ സ്പീഡിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് ടൈമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ടൈമിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടൈമിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. എന്താണ് ട്വൈസ് ആണ് ടൈം എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് ടേക്സ് ട്വൈസ് ടൈം ടു ഗോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകാൻ ട്വൈസ് ടൈം എടുക്കും. അതായത് അപ്സ്ട്രീമിലേക്ക് ഇരട്ടി സമയം എടുക്കും. ഡൗൺ സ്ട്രീമിലേക്ക് ഒരു യൂണിറ്റ് ആണെങ്കിൽ അപ്സ്ട്രീമിലേക്ക് ഇരട്ടി സമയം എടുക്കും. ഇങ്ങനെ പറഞ്ഞു. സോ ഇങ്ങനെ ഒരു കാര്യം തന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അപ്സ്ട്രീമിലേക്കും നമ്മൾ ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ പഠിച്ചാണ്, ഒരേ ഡിസ്റ്റൻസ് നമ്മൾ 2 സ്പീഡിൽ ട്രാവൽ ചെയ്താൽ ആ സ്പീഡിന്റെ റേഷ്യോയും ടൈമിന്റെ റേഷ്യോയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എപ്പോ? വെൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയാൽ, ഡിസ്റ്റൻസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അങ്ങനെ ആയാലാണ് ടൈം എന്ന് പറയുന്നതും സ്പീഡ് എന്ന് പറയുന്നതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിന്റെ റേഷ്യോ A/B ആയാൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് B/A ആയിരിക്കും. ഇതാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടൈമിന്റെ റേഷ്യോ തന്നു. ഇനി അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും നമ്മൾ ഒരേ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്പീഡിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സോ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:2 ആണ്. ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അങ്ങനെ 1:2 കിട്ടിയാൽ നമുക്കറിയാം, ബാക്കി സ്പീഡിന്റെ റേഷ്യോ കിട്ടിയാൽ ബാക്കി നമുക്ക് ഓക്കെ ആണ്. 1, 2. അപ്പൊ നടുക്കെന്തായിരിക്കും? നടുക്കെന്ന് പറയുന്നത് 1.5 ആയിരിക്കില്ലേ? 1.5 ആയിരിക്കും. പകുതി അല്ലെങ്കിൽ എന്താ ആവറേജ് അല്ലെങ്കിൽ മിഡ് വാല്യൂ 1, 2, 1.5. സിമ്പിൾ. ഇനി ഈ പോയിന്റ് വന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 2, 3, 4 നമ്മൾ അതിനെ ആ പോയിന്റ് മാറ്റാൻ ഇൻറ്റു 2 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമുക്ക് റേഷ്യോ കിട്ടുക, സ്പീഡിന്റെ റേഷ്യോ 2, 3, 4. ഇനി ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിതാ ഇത് സ്റ്റിൽ വാട്ടറിന്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 9 ആണ്. ഇതിന്റെ വാല്യൂ 9 ആണ്. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 km/h ആണ്. അതായത് ഒരു യൂണിറ്റിന്റെ വാല്യൂ 3 ആണ്. സോ നമുക്ക് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം. സ്ട്രീമിന്റെ സ്പീഡ് എന്താണ് നോക്കിയേ? 1 യൂണിറ്റ് 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 യൂണിറ്റ് 3 അല്ലേ? 3 യൂണിറ്റ് 9 ആണ്. 1 യൂണിറ്റ് എന്താണ്? 3 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീം ടഫ് ഉള്ളവർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. സിമ്പിൾ ആയിട്ട്, ജസ്റ്റ് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്സ്ട്രീം സ്പീഡ് കിട്ടിയാൽ സ്ട്രീമിന്റെ സ്പീഡ് കൂട്ടിയാൽ സ്റ്റിൽ വാട്ടർ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്, വീണ്ടും സ്ട്രീമിന്റെ സ്പീഡ് കൂട്ടിയാൽ ഡൗൺ സ്ട്രീം സ്പീഡ്. ഈ ഒറ്റ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോട്ട് ടേക്സ് 10 hours ടു കവർ X കിലോമീറ്റർ. 10 hours X കിലോമീറ്ററിന് എടുക്കും എന്നാണ് പറയുന്നത്. അപ്സ്ട്രീം ആണ്. 4 hours ടു ട്രാവൽ സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ആണ്. സോ ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് 6 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. വീണ്ടും നമ്മൾ സെയിം എടുക്കുന്നത്. എന്താണ്? അപ്സ്ട്രീം, സ്റ്റിൽ വാട്ടർ, ഡൗൺ സ്ട്രീം. ഇത്രയേ ഉള്ളൂ. ഈ കാര്യം നമ്മൾ പെട്ടെന്ന് എഴുതി വെച്ചു. ഇനി നോക്കേണ്ട എന്താണ്? എ ബോട്ട് ടേക്സ് 10 hours ടു കവർ X കിലോമീറ്റർ അപ്സ്ട്രീം. ടൈമാണ്. ടൈം നമുക്ക് തന്നു 10 ആണ്. അപ്സ്ട്രീമിലേക്ക് 10. ആൻഡ് 4 hours ടു കവർ സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. ഇത് 4 ആയി. 10ഉം 4ഉം നമുക്ക് റേഷ്യോയിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാം. 10:4 എന്ന് പറയുന്ന ടൈമിന്റെ റേഷ്യോ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തിരിച്ചെഴുതാം. 4:10. 4ഉം 10ഉം നടുക്ക് വാല്യൂ എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ 4ഉം 7ഉം കൂട്ടി ബൈ 2 കൂട്ടാൽ മതി. 14/2. അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നടുക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ? 10 + 4/2 ചെയ്താൽ നടുക്കുള്ള വാല്യൂ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ 4ഉം 7ഉം 10ഉം അങ്ങനെ അറിയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇതാണ് വാല്യൂസ് കിട്ടുക. ഇനെന്താണ് സ്ട്രീമിന്റെ എന്ന് പറഞ്ഞാൽ ഇതാ ഡിഫറൻസ് 3 സ്ട്രീം. ഇത്രയും കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് 6 km/h. സോ നോക്കിയേ, സ്ട്രീം എന്ന് പറയുന്ന 3 യൂണിറ്റ് 6 km ആണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3 × 2 6.
സോ എന്താ ഒരു യൂണിറ്റ് 2 ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എക്സ് ആണ്. എക്സ് കിലോമീറ്റർ അപ്സ്ട്രീം പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അപ്സ്ട്രീമിലേക്ക് പോകേണ്ട ഡിസ്റ്റൻസ് അല്ലേ എക്സ് കിലോമീറ്റർ എന്ന് പറയുന്നത്. എ ബോട്ട് കവേഴ്സ് 10 hours ടു കവർ എക്സ് കിലോമീറ്റർ. 10 hours എടുക്കും എക്സ് കിലോമീറ്റർ പോകാൻ. അപ്പൊ നമ്മൾക്ക് ഡിസ്റ്റൻസ് അറിയണം. എന്ത് വേണം? ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ടൈം നമുക്ക് ഓൾറെഡി ഇതാ 10. ഈ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ഇനി സ്പീഡ് കിട്ടിയാൽ മതി. സ്പീഡ് നോക്കിയാൽ 4 യൂണിറ്റ്, ഒരു 3 യൂണിറ്റ് 2 1 യൂണിറ്റ് 2 കിട്ടി. 4 യൂണിറ്റ് ആണെങ്കിൽ 8 km/h ആണ്. ഓക്കെ, സോ 8 മൾട്ടിപ്ലൈ ചെയ്താൽ 80 കിലോമീറ്റർ. ഓക്കെ, 80 കിലോമീറ്റർ ആണ് ആൻസർ വരിക. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയം എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഈ 3 സാധനങ്ങൾ എഴുതുന്നു, ആൻസർ കിട്ടുന്നു. ഏതെങ്കിലും ഒന്ന് നമുക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. പക്കയായിട്ട് വാങ്ങാൻ പറ്റുന്ന ഏരിയ ആണ് ഇതിലത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇതുപോലത്തെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നമുക്ക് ഇവിടെ പറയുന്നത് ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 25% മോർ ദാൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത് കൂടിയ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും ചെയ്യാൻ, അല്ലേ? കുറച്ച് ലെങ്ത് കൂടുമ്പോൾ നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. ഇത് വായിച്ചിട്ട് മേലെ നിന്ന് താഴേക്ക് വായിക്കുമ്പോൾ മേലത്തേക്ക് മറന്നു പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് നോക്കി, അപ്സ്ട്രീം, സ്റ്റിൽ വാട്ടർ, ഡൗൺ സ്ട്രീം. തന്നിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? 25% മോർ ദാൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം. സ്റ്റിൽ വാട്ടർ ബോട്ടിന്റെയും സ്ട്രീമിന്റെയും ആണ്. 25% മോർ. 25% എന്താണ്? 1/4. ഈ 25% മോർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓൾറെഡി പഠിച്ച ആണെന്ന് വിചാരിക്കുന്നു. അതായത് 25% മോർ എന്ന് വെച്ചാൽ, സപ്പോസ് നോക്കിയേ 4 ഉണ്ടെങ്കിൽ 25% മോർ എന്ന് വെച്ചാൽ 1 കൂടിയിട്ട് 5 ആയി. അതാണ് പറയുന്നത്. 25% ലെസ് എന്ന് വെച്ചാൽ എന്താ? 4 ഉള്ളത് 1 കുറഞ്ഞിട്ട് 3 ആയി. അതാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ 25% മോർ. സോ സ്ട്രീമിന്റെ വാല്യൂ എന്ന് പറയും, സ്ട്രീമിനെക്കാളും 25% കൂടുതലാണ് ബോട്ടിന്റെ. അപ്പൊ എന്താണ്? സ്ട്രീമിന്റെ നമ്മൾ ഇങ്ങനെയല്ല വരക്കാം. 4 ഉണ്ടെങ്കിൽ ബോട്ടിന്റെ 5 ആയി. ഇതാണ് പറയുന്നത്. 4 ഉള്ളത് 5 ആയി. അപ്പൊ എന്തായി? ഇവിടെ എന്തായി? 1 അല്ലേ? ഇവിടെ വീണ്ടും 4, 9. സോ റേഷ്യോ കിട്ടിയില്ല. ഇത്ര കിട്ടിയാൽ നമുക്ക് റേഷ്യോ ആയില്ലേ? സിമ്പിൾ അല്ലേ? റേഷ്യോ കിട്ടി. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടുന്ന് ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഇതാണ് സ്പീഡ് കിട്ടുക. ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടുള്ള എന്തിൻ്റെയാണെന്ന് നോക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു ഡിസ്റ്റൻസ് സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് റേഷ്യോ കിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ തന്നിട്ടുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു കവർ സർട്ടൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. പക്ഷേ ഡൗൺ സ്ട്രീമിലേക്കുള്ള നമുക്ക് തന്നിട്ടുള്ള ഡൗൺ സ്ട്രീമിലേക്കുള്ള ടൈമാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ 2 സ്പീഡ് ഉണ്ടെങ്കിൽ, അതായത് 2 വാല്യൂ നമുക്ക് റേഷ്യോ തിരിച്ചിടാൻ പറ്റുന്ന 2 ഉണ്ടെങ്കിലല്ലേ. ഇവിടെ നമുക്ക് സ്റ്റിൽ വാട്ടർ അവിടെ വെക്കാം, കാരണം അത് ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഡൗൺ സ്ട്രീമിലേക്കുള്ള ഡിസ്റ്റൻസും അപ് സ്ട്രീമിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. സോ അതിലേക്കുള്ള സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ സ്പീഡിന്റെ റേഷ്യോ എന്താണ്? അപ് സ്ട്രീം ഡൗൺ സ്ട്രീം 1:9. സോ 9:1 ആയി ടൈം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് ഡൗൺ സ്ട്രീമിലേക്ക് 3 മണിക്കൂർ കൊണ്ട് പോകുന്നു. സോ ഡൗൺ സ്ട്രീമിലേക്ക് 3 മണിക്കൂർ പോകുന്നുണ്ടെങ്കിൽ ഈ 1 യൂണിറ്റിന്റെ വാല്യൂ 3 hours ആണ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു ട്രാവൽ സെയിം ഡിസ്റ്റൻസ് അപ്സ്ട്രീമിലേക്ക് പോകാൻ 1 യൂണിറ്റിന്റെ വാല്യൂ 3 ആണെങ്കിൽ ഈ 9 യൂണിറ്റിന്റെ വാല്യൂ എന്താണ്? 27 അല്ലേ? ഇൻറ്റു 3 ചെയ്താൽ 27. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഈ ജസ്റ്റ് ഈ 3 സാധനം എഴുതിയാൽ സംഭവം കിട്ടും. എത്രയാണ്? ഓപ്ഷൻ സി 27. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബോട്ട് ആൻഡ് സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നത്. ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്ന ഫോർമുലയും സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ടി വരുന്നില്ല. മറ്റേതാകുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ബോട്ടിന്റെ സ്പീഡ് കൂട്ടണം, ഇത് കുറയ്ക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ബുദ്ധിമുട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിന്റെയൊക്കെ വീഡിയോ നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതുപോലത്തെ വീഡിയോസ്, ഇപ്പൊ ക്വാണ്ടിന്റെ ഡൗട്ടൊക്കെ പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടഫ് ബുദ്ധിമുട്ടുള്ളത്, അപ്പൊ അത് അങ്ങനത്തെ തരത്തിലുള്ള
ടോപ്പിക്ക് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ടഫുള്ള ഇത് ഏതാണ് അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.